yes, she's here for a reason, and I can't contain myself. Look at this. Rick is the only man who said a daughter should be treated as a princess, period. There should be no more discussion about it. So I met her, and she went crazy on me. She was like, other than your looks, I don't think there is anything else you have to give my son. And I gave this interview. എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട്സ് വരെ അപ്പനെ വിളിച്ചിട്ട് അർച്ചനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവളിങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് എന്നൊക്കെ രീതി പറഞ്ഞിട്ടുണ്ട്. അർച്ചനെ, ഇത് കണ്ട ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. നമുക്ക് അറിയ പോലും ഇല്ല നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ നിനക്ക് 5 മിനിറ്റ് തരും, വേണ്ടത് എടുത്തിട്ട് പുറത്തേക്ക് വന്നേക്കണം. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ 5-6 ബാഗ് പിടിച്ച് പുള്ളി നടക്കുന്നുണ്ട്. സിനിമയിൽ വന്നപ്പോൾ ആൾക്കാർ പറയായിരുന്നു, യു നീഡ് ടു ലേൺ ടു ഫേക്ക്. I can fake for 1 minute maybe. Maybe. എനിക്കത് നാച്ചുറലി വരില്ല. ഞാൻ എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഇതിനകത്ത് എൻ്റെ മുഖത്തെ ഓവർ എക്സ്പ്രഷൻ ഉണ്ടെന്നോ, ഞാൻ ഉറക്കെ ചിരിച്ചെന്നോ, ഞാൻ വല്ലാതെ എക്സ്പ്രഷൻ ഓവർ ആക്കിയെന്നോ ഒന്നും ഞാൻ കേട്ടു പോയേക്കില്ല. ബിക്കോസ് ഇറ്റ്സ് അർച്ചന കവി. And I have to say this, after നീലതാമ്ര എൻ്റെ കരിയറിന്റെ ഏറ്റവും വലിയ ഹിറ്റ് ആയിരുന്നു ധന്യ വർമ്മ ഇന്റർവ്യൂ. താങ്ക് യു നിങ്ങളോടും. അല്ല, ആ ഇന്റർവ്യൂ വാസ് എ ഗെയിം ചേഞ്ചർ ഫോർ മീ ഓൾസോ പേഴ്സണലി ഓൺ ദ ഷോ. കാരണം ഞാൻ ആ ഷോയിലേക്ക് വരുമ്പോൾ എനിക്ക് ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് യു, ആൻഡ് ദ കൈൻഡ് ഓഫ് തിങ്സ് ദറ്റ് യു സ്പോക്ക് ഓൺ ദ ഷോ ശരിക്കും എൻ്റെ കിളി പോയി. ബിക്കോസ് ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് it could be something like this also for somebody as accomplished as you are. കാരണം എനിക്ക് ഓർമ്മയുണ്ട് മീനവിയിലൊക്കെ തുടങ്ങുമ്പോൾ നീ കുട്ടി എത്ര കേരളത്തിൽ ആ ഒരു സിനാരിയോ ഉണ്ടായിരുന്നില്ല. ഫ്രം ദർ യു മൂവ്ഡ് അഹെഡ്. യുവർ ഫ്രണ്ട്സ് ഹാവ് എ തിങ് വിത്ത് യു ഓൺ, അതും കൂടെ പറ, അത് വിടണ്ട. സോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് ഇപ്പം അവർ പുതിയൊരു ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ എപ്പിസോഡ് പ്ലേ ചെയ്യും. ഈച്ച് ടൈം ധന്യ വർമ്മ, ധന്യ ചേച്ചി, ഞാൻ ധന്യ ചേച്ചി മാറി ഇപ്പൊ വേറെ എന്തോ രീതിയിലാണ് വിളിച്ചോണ്ടിരുന്നത് അല്ലെ ധന്യ ചേച്ചി. അല്ല, പക്ഷെ ആ ടോൺ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ഈച്ച് ടൈം ധന്യ ചേച്ചി ഞാൻ പറയുന്നു, അവർ ഒരു ഷോട്ട് എടുക്കും. അപ്പം നിങ്ങൾക്ക് ഡ്രിങ്കിങ് ഗെയിം വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് കൂടുവാണെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡ് പ്ലേ ചെയ്യാം, ധന്യ ചേച്ചി ആൻഡ് 1 ഷോട്ട്. But yes, she's here for a reason, and I can't contain myself. Look at this. വെറുതെ അല്ല കേട്ടോ, ഇത് കണ്ടോ ആ റോക്ക് എത്ര റോക്സ് ആണുള്ളത്? 2 റോക്സ്. അത് ഒന്ന് ലൈഫ് അപ്ഡേറ്റ്. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് എന്നോട് like വിഷമമായിരുന്നു, like you know what's going to happen with you after this, and you know a lot of people ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാർ എന്നെ ലൈക്ക് മെസ്സേജ് ചെയ്തു, ഒരുപാട് ഡിവോഴ്സ് സഫർ ചെയ്യുന്ന ആൾക്കാർ മെസ്സേജ് ചെയ്തു. അങ്ങനെ ലൈക്ക് ഇറ്റ് വാസ് I was the epitome mother of suffering. അപ്പം I wanted to share this happiness and this joy to everybody, because it's not that you will end up alone. ഇങ്ങനെ മെന്റൽ ഹെൽത്ത് ഉണ്ട്, ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ ഓർക്കുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് that you know that's the end, തീർന്നു എല്ലാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. I met this wonderful guy, Rick Vargas, and yeah, I'm in love. And how did you meet him? നിങ്ങളുടെ മീറ്റിംഗ് ഹാപ്പൻ മച്ച് ലേറ്റർ. എനിക്ക് കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് ന്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് ഓൾ ഡേറ്റിംഗ് ആപ്പ്, ആപ്പിൽ കൂടിയാണ് നമ്മള് പരിചയപ്പെട്ടത്. എൻ്റെ കണ്ണൂർ വീട് പണിയുടെ നടുക്കായിരുന്നു, ലൈക്ക് യുനോ. സോ അവിടെ കണ്ണൂർ ഒന്നും ചെയ്യാനില്ല, റൈറ്റ്? ഒരു കാട്ടിൻ്റെ ഇടയ്ക്കാണ് വീട്. അപ്പം ഒരു മനുഷ്യനെ കാണണമെങ്കിലും സ്വന്തം കുടുംബക്കാരല്ലാതെ വേറെ ഒന്നിനെ കാണാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വെറുതെ ഡേറ്റിംഗ് ആപ്പ് ലൈക്ക് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കും, മെസ്സേജ്. സോ ഐ വാസ് നോട്ട് ലുക്കിംഗ് ടു ഡേറ്റ് ഓർ ടു യുനോ, അങ്ങനത്തെ സ്പേസിലല്ലായിരുന്നു ഞാൻ. വെറുതെ ഒരു ടൈം പാസ് മിണ്ടാം അങ്ങനെ രീതിയിലായിരുന്നു. പക്ഷേ we connected, and I don't know what it was. നമ്മൾ കണക്ട് ചെയ്ത് മിണ്ടാൻ തുടങ്ങിയത് തന്നെ how our life is gonna be together. That was, yeah, in the beginning itself we were talking, you know, big things.
And we were like, why is this happening? It felt like there was another source there bringing us together. Because ഞങ്ങള് ഭയങ്കര ഞാൻ എൻ്റെ എല്ലാം ട്രോമാസ്, എൻ്റെ എല്ലാം കാര്യങ്ങൾ, എൻ്റെ everything I shared with him. So this is the strategy I used to follow. I don't know if it's a good thing or a bad thing. It's a bad thing, girls. It is a bad thing. Okay, don't do that. So I usually, when I talk to a man in a dating അതിലാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ മോശം സ്വഭാവം, എൻ്റെ എല്ലാ മോശം കാര്യങ്ങൾ ആദ്യം അത് പറയും. എന്നിട്ട് ഞാൻ ഇരുന്ന് എക്സ്പ്രഷനും എല്ലാം ഇരുന്ന് നോക്കും, എന്താണ് എപ്പോൾ ഓടും, ഏത് സെക്കൻഡാണ് ഓടാൻ പോകുന്നത്. മൈൻ ഇസ് ദാറ്റ്. ലൈക്ക് ഇഫ് സമൺ കെൻ സ്റ്റാൻഡ് ദാറ്റ്. And ചിലപ്പോൾ കൂട്ടിയും പറയും, because I'm like, I just want to know if he would hold that nonsense that I've thrown at him. And very few people can hold that. Very few people can hold that. എന്തൊക്കെ തരത്തിലുള്ള റെസ്പോൺസസ് ആണ് കിട്ടുന്നത്? See, it is very easy for people to ഞാൻ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഉസ്മയ്ക്ക് അതിലെന്താ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ആൾക്കാർ പറയും. പക്ഷെ ഒരു പാനിക് അറ്റാക്ക് കാണുമ്പോൾ മൂന്നാമത്തെ സെക്കൻഡ് അവർ ഫോൺ എടുത്ത് അവർ ഓടുന്ന നമുക്ക് കാണാൻ പറ്റും. Which is the truth. It is easy for people to say it. So Rick also said a lot of things in the beginning, right? It's okay, and I'm there for you and all of that thing. But his words and his actions matched. That's what made him different. എൻ്റെ അച്ഛനെ അറിയാലോ. So I personally, I'm raised by a man who, ഇപ്പം വാലന്റൈൻസ് ഡേ ആണെങ്കിൽ എനിക്ക് പൂ കൊണ്ടുത്തരും, അമ്മയ്ക്ക് പൂ കൊണ്ടുത്തരും. മദേഴ്സ് ഡേ ആണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് സാരി മേടിച്ച് അത് പാക്ക് ചെയ്ത് ലെറ്റർ എഴുതിപ്പിച്ച് അമ്മയുടെ ബെഡ് സൈഡിൽ വെപ്പിക്കും. ഹീ മേക്സ് മൂമെൻറ്റ്സ്. അത് ഒന്ന്. പിന്നെ നമുക്ക് വിഷമമുണ്ട്, വഴക്ക് എപ്പോൾ അടി കൊടുത്തിട്ടുണ്ടെങ്കിലും അടി കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ബെഡ്റൂമിൽ പോയിട്ട് ഹീൽ സിറ്റ് വിത്ത് അസ്. വൈ, അതെന്തുകൊണ്ട് ചെയ്തു, എന്തായിരുന്നു കറക്ഷൻ വേണ്ടിയിരുന്നത്, അതെല്ലാം ഹി ടോക്സ് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഫ് ഹീസ് മെയ്ഡ് എ മിസ്റ്റേക്ക്, ഇപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലും പേരൻസ് ചിലപ്പോൾ അടിക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അവർക്ക് ഒരു കാര്യം തോന്നിയപ്പോൾ അവർ ചെയ്തു, പക്ഷേ ദേ ഡിഡ്ന്റ് നോ ദ ഫുൾ ട്രൂത്ത്. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഹി സേ സോറി. He works on it. He makes changes. So I have a man like that in my life. My brother is also like that. Like എൻ്റെ അടുത്ത് അങ്ങനെയല്ല. He's like the strict ഡാഡി ഫിഗർ. കിട്ടുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറയാം, ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ നിനക്ക് 5 മിനിറ്റ് തരും, വേണ്ടത് എടുത്തിട്ട് പുറത്തേക്ക് വന്നിരിക്കണം. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താ 5-6 ബാഗ് പിടിച്ച് പുള്ളി നടക്കുന്നുണ്ട്. So he's also like, he does things for his wife. My father does things for me, my mother and everything. So usually when a man used to like me, they used to say that your father has set a very high expectation. ഇങ്ങനെ ആണുങ്ങൾ ഉണ്ടാവില്ല. That he is doing that because he is your father. You are a spoiled child. Yeah. അപ്പൊ അതൊക്കെയായിരുന്നു. അപ്പൊ എനിക്കും to an extent I used to believe that maybe I am spoiled. Maybe I am treated too well. Maybe that is not how it should be. But Rick is the only man who said a daughter should be treated as a princess, period. There should be no more discussion about it. And he treats me so well. He treats me like I've never been treated before. ഒരു ചെറിയ ഇൻസ്റ്റൻസ് വരെ I would love to know. Like there is something called promise ring. Okay. Before the engagement. The engagement. So it's a promise that I will get engaged to you whenever. But I'm taking this seriously. He flew down. He got a ring which was, so everything, if you notice nammalde, so my promise ring is also on a matte finish. ഇങ്ങനെയാണ് റിങ്, ഇങ്ങനെ. അപ്പൊ അതിൽ ഒരെണ്ണം മാറ്റ് ഫിനിഷ്, ഒരെണ്ണം ഗ്ലോസി ഫിനിഷ് ആയിട്ട് ഇങ്ങനെയാ. So he has all the things that he's picked is you and me together. That is, your identity will remain your identity. My identity will remain my identity, but we will come together. So he put that thought to pick that ring. And he flew down just to promise Chayan that Archana, I have taken this seriously and I'm not going anywhere. And after that he started calling me wife.
I'm not married. promise ring Promise കിട്ടിയതിന് ring കിട്ടി ശേഷം കഴിഞ്ഞിട്ട്. where did you I find don't it? know. I don't know. അത് കഴിഞ്ഞിട്ട് ഇതും, so this is a French word, Toimo, something like that. TOIMOI. Ah. So you and I is the Concept. concept of the ring. അപ്പൊ ഇതിനകത്ത് ഒരു One ഒരു is diamond is one is different me. and The both diamonds are different. oh yeah. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. Yeah. Yeah. So it's that. Like it's you. I don't want you to lose yourself in marriage. I will not lose myself in marriage, but we'll be together. I'm not kidding. Njanipam, I'll tell you something very simple. My wedding sari. I didn't want a white sari. Right? I don't believe in the concept of purity and this and all that. So I wanted to give it a shade of pink. This man spends 15-20 minutes to find the right pink shade. I don't care. I don't want. എനിക്ക് light pink, baby pink. കഴിഞ്ഞു. But no, he went on to ask ChatGPT, to Google, to so much that it was annoying me to a point. But he is that invested in you. Like, he's not words. He's action. He is very much invested in you. എനിക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ it has to be perfect. He's that. You have done a lot of inner work. Yeah. ഒത്തിരി I think through the mental health struggles, through your growing up years and everything that you have gone, and it's not been an easy life for you. Yeah. അപ്പോൾ കുറേ ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദാറ്റ് മേക്സ് യു അത്രയും കൂടി കോഷ്യസ്. Yeah. അത്രയും കൂടി എന്താ പറയുക, ദി അലാം ബെൽസ് വിൽ ജസ്റ്റ് ഗോ ഓൺ. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും it is just like probably somebody is in love, that's about it. പക്ഷേ I know for a fact that the kind of work that you have gone through inside you, and അവിടെ നിന്ന് ആ ഒരു വർക്ക് ചെയ്ത ഒരാൾ ഇത് പറയണമെങ്കിൽ അത്രയ്ക്കും കൺവിൻസ്ഡും ആയിരിക്കണം. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. വെരി നൈസ് ഗായ്. എൻ്റെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാം ആൾക്കാരെന്ന് വെച്ചാൽ സം പീപ്പിൾ ദാറ്റ് ഞാൻ കുറ്റം പറയാറില്ല. ഇൻ ദ സെൻസ്, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വന്നപ്പോൾ അബീഷിൻ്റെ കുറ്റം പറഞ്ഞില്ല. അബീഷിൻ്റെ കുടുംബത്തിൽ ദേ സെഡ് ദിസ് ടു മൈ ഫേസ്. അബീഷിൻ്റെ കുടുംബത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ല. ദാറ്റ് മീൻസ് സംതിങ് ഇസ് റോങ് വിത്ത് യു പ്രോബബ്ലി. ഐ ആം ലൈക്ക് ഡൂഡ്, എനിക്ക് അവരോട് ഡീൽ ചെയ്യാനേ പറ്റൂല. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരാളെ മീറ്റ് ചെയ്ത് ഇറ്റ് വാസ് ഗോയിങ് ഫൈൻ. പേരന്റ് മീറ്റിംഗ് വരെ എത്തിയായിരുന്നു. സോ ഈസ് ലൈക്ക് that becomes serious actually. yeah. So you go meet my parents. She wanted to meet me alone. So I met her, and she went crazy on me. She was like, other than your looks, I don't think there is anything else you have to give my son. She said something like, we are a very aristocratic family. നിങ്ങളുടെ കുടുംബം നമ്മളുടെ കുടുംബവും ഡിഫറെൻ്റ് ആണ്. So, and I dealt with it. I dealt with all of those things. നമ്മൾ പെമ്പിള്ളാരെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഇസ് നോട്ട് പെർഫെക്റ്റ്. So you need to learn to navigate, need to sacrifice, you need to tolerate. അതൊക്കെ നമ്മൾ പെമ്പിള്ളാരെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്രൈസിസ് ഉണ്ടായാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ക്രൈസിസ് സോൾവർ ആവും. അത് മാനേജ് ചെയ്യണം. അത് കഴിഞ്ഞായിരിക്കും ട്രോമ ഡീൽ ചെയ്യണേ. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് അതുകൊണ്ടാണ് പല തവണ ഈ ആണുങ്ങൾ പറയില്ലേ ഇത് സംഭവിച്ചപ്പോൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തില്ല. ബിക്കോസ് ആർ വയറിംഗ് ഈസ് to navigate, to solve, to handle a crisis. First thing. Then you deal with trauma. Then is anything. പല പ്രാവശ്യം നമ്മൾ വീട്ടിൽ വന്നിട്ടാ ചിന്തിക്കുന്നത് പണ്ടാറ ഈ ഡയലോഗും കൂടെ പറഞ്ഞിട്ട് വരണമായിരുന്നു. ഇല്ലേ, നമ്മൾ ആ സമയത്ത് പറയില്ല പല പ്രാവശ്യവും. So when Rick happened, I didn't tell him about any of these things. When this happened, he's like, you're not dealing with my parents. My parents is my responsibility. Okay. I will deal with them. I will. And he's not married before. So it was a thing. Like, അറിയാലോ നമ്മളെ സൊസൈറ്റിയിലെ കാര്യം അറിയാലോ, രണ്ടാം കെട്ടാണ് എൻ്റെ. അപ്പോൾ
no, I will talk to my parents, and his parents are the sweetest people. And എനിക്ക് ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. I am a family person. എൻ്റെ അച്ഛൻ അറിയാം, like very close with your very, I'm like extremely, like I'm close that I'm like this. I don't believe in personal space when it comes to my family. എനിക്ക് അത് നാച്ചുറലി എനിക്ക് ആ എൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണറിൻ്റെ പേരൻസ് ആയിട്ടും വരും. Rick's dad is the sweetest man. You know what? He's raised by right people. That makes sense. Like why Rick is like this nu choikkum mom, adu vere onnum kondalla. He's raised by one, like Rick inde amma aayittu eniki mother feel varilla. It's more like a buddy. Like she also doesn't want like a mother adalla, like more like a buddy type. But his father, oh my god, ഞാൻ പറഞ്ഞു നിങ്ങൾ, they have only 2 boys. നിങ്ങൾ ആൺകുട്ടികളെ വളർത്തി പരിചയമുള്ളൂ, ഒരു പെൺകുട്ടിയെ വീട്ടിൽ വരുന്നത്, അപ്പം നിങ്ങൾ വാരിയൊക്കെ തരേണ്ടി വരും, ഞാൻ വഷളായി എന്നെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഹിസ് ഫാദർ എന്നാൽ ഞങ്ങൾ ചൂടുവടിയും കൂടി റെഡിയാക്കി വെക്കാം, രണ്ടും കിട്ടിക്കോളൂ. ബട്ട് ഹീസ് വെരി ലൈക്ക് ഇത്, ഞാൻ ഇടുന്ന എല്ലാ ഉടുപ്പ്, വെഡിങ് റിലേറ്റഡ് എന്ത് കാര്യങ്ങളാണെങ്കിലും he has sense. He's an artist himself. He's a singer. So he's like adingane illa nee korchum kodi ingane chey, like I am a simple person. Enike simple കാര്യങ്ങളാണ് ഇഷ്ടം. ഇല്ല നീ കുറച്ചും കൂടി like you dress up more, you dress this, you dress that. So even my brother had brother's kid had a baptism. അപ്പോൾ ഞാൻ full close neck ഇട്ടേ. Mother-in-law was like, അങ്ങനെ കഴിച്ചിട്ട് വെട്ടിയൊക്കെ ഇട്. ഞാൻ ഓർത്ത് ഓപ്പോസിറ്റ് പറയും, ഇത് നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുമായിരിക്കും. That brings me to the thing that നമ്മുടെ പെർസെപ്ഷൻസ് എത്ര റോങ് ആണല്ലേ. ആർച്ചി, എനിക്ക് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ സബ്ലിമിനലി നമുക്ക് തോന്നിയിട്ടുള്ള ലൈക്ക്, will this happen for you again? Will love happen for you again? Will marriage happen for you again? And ആർച്ചി ഇത് എല്ലാം തുറന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത്രയും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. You know, if you had kept it under wraps, it would have probably been easier for you to find love again. And this is out there in the open for everyone. അപ്പോൾ അത് അത്രയും കൂടി ഡിഫിക്കൽട്ട് ആണ്. And how wrong we were. ഞാൻ ഒരു കാര്യം പറയട്ടെ ധന്യ ചേച്ചി, കുറച്ചു നേരം എന്നെ വേറെ എന്തോ വിളിച്ചതാണ്. എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്കൊരു മന്ദിപ്പുണ്ട്. That is, if when something is going on, no, it doesn't hit me. It hits me much later. So people think I'm very bold, like very confident. അതല്ല, എൻ്റെ ഇവിടെ നിന്ന് പ്രോസസ്സ് ചെവിന്ന് ഇവിടെ എത്താൻ തന്നെ കുറച്ച് സമയം എടുക്കും, പിന്നെ ഇവിടെ എത്താൻ സമയം എടുക്കും. ദാറ്റ് ഈസ് ദ തിങ്. സോ വെൻ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മൈ മെന്റൽ ഹെൽത്ത് ഓർ വെൻ ഐ ഗേവ് ദിസ് ഇന്റർവ്യൂ, എൻ്റെ അപ്പൻ്റെ ഫ്രണ്ട്സ് വരെ അപ്പനെ വിളിച്ചിട്ട് അർച്ചനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവളിങ്ങനെ പറഞ്ഞ എങ്ങനെയാണെന്നൊക്കെ രീതി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ വാസ് ഓൾസോ ഗെറ്റിംഗ് അനദർ സൈഡ് ഓഫ് people, right, who didn't know me, who were very happy that I spoke about this, who were like, എൻ്റെ ലൈഫിൽ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങി, എനിക്ക് എന്നെ ഇത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു. So that was way more powerful than ഈ 5 പേര്. എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സും വീൻ ഓഫ് ആയിട്ടുണ്ട് ബിക്കോസ് ഞാനിത് പറയുന്ന കൊണ്ട്. ബിക്കോസ് ഞാൻ പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. പക്ഷേ ഇറ്റ്സ് മൈ ട്രൂത്ത്. ഐ ഡോണ്ട് നോ ഹൗ ടു ലിവ് ഇൻ എനി അതർ വേ. ഐ മീൻ, എന്നോട് ഒരുപാട് സിനിമയിൽ വന്നപ്പോൾ ആൾക്കാർ പറയായിരുന്നു, യു നീഡ് ടു ലേൺ ടു ഫേക്ക്. I can fake for 1 minute maybe. എനിക്കത് നാച്ചുറലി വരില്ല. ഞാൻ ഫോഴ്സ് ചെയ്ത് ആ സ്കില്ല് and I would say it is an important skill to learn to fake. I will say that. എല്ലായിടത്തും you don't have to present yourself absolutely authentically. Yes, 100%. പക്ഷെ എനിക്കത് പറ്റില്ല. ഇനി മുന്നോട്ട് അറിയില്ല എങ്ങനെയായിരിക്കും. Like they say, no, like everybody doesn't need to know the whole truth. Yes, true. You have small concentric circles where you reveal accordingly. അങ്ങനെ അത് സത്യമാണ്.
പക്ഷെ നമ്മളൊരു പബ്ലിക് ഫിഗറും കൂടി ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ എവിടെയോ ബോദർ ചെയ്യും. എനിക്കതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തെറപ്പിസ്റ്റുകളിലൂടെ എടുത്ത് പോകുന്നതുകൊണ്ടും ഞാൻ ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും എനിക്കുണ്ടായ വാട്ട് ഓൾ ഐ ഹാഡ് ടു ഫേസ്, അത് കാരണമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. Because unless you talk, this conversation will not happen, right? ആരാണ് സംസാരിക്കുന്നത്? I remember ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു that you want to talk about the kind of difficulties you had. ഈ തെറപ്പിസ്റ്റ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാനും അവരുടെ ഫീസ് ആണെങ്കിലും അവരുടെ കാര്യങ്ങളാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നു. Can you share that again? നാട്ടിൽ സ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോക്കൺ ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു ടോക്കൺ തന്നിട്ട് നമ്മളുടെ പുറത്തൊരു 10 പേര് നിൽപ്പുണ്ടാവും, അവരുടെ കൂടെ നമ്മളും കൂടെ വന്നിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട്സ് ആണ്. ഓ അനദർ പേഴ്സൺ വിത്ത് സം ഡിസീസ് പല തിങ്. അകത്തൊരാളിരുന്ന് സെഷൻസ് എടുക്കുന്നുണ്ടാവും, വാട്ട് എവർ. നമ്മൾ പൈസ കൊടുക്കുന്നത് 1500 to 2000 or സംടൈംസ് ഇറ്റ്സ് മോർ. ഒരാൾക്ക് ആങ്സൈറ്റി ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി അകത്ത് ടോക്കൺ വിളിച്ച് അകത്ത് കയറുന്ന സമയത്ത് അവർക്കറിയാം പുറത്ത് 5-10 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓൾറെഡി ഹൈപ്പറാണ്. ലൈക്ക് ഞാൻ അധികം സമയം എടുത്താൽ പുറത്ത് ചിലപ്പോൾ നമുക്ക് അകത്ത് ചെന്ന് കരയാനേ പറ്റുണ്ടാവുള്ളൂ, സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഒന്നും നടക്കില്ലായിരിക്കും. പക്ഷെ നമുക്ക് ഗിൽട്ടാണ്. ഐ എം ടേക്കിംഗ് ടു മച്ച് ടൈം ഓഫ് theirs who are also suffering. And also you should understand, people who are suffering, they think that my pain is less, somebody else's pain is bigger എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. ബിക്കോസ് മെന്റൽ ഹെൽത്ത് ഇസ് നോട്ട് മെഷറബിൾ, റൈറ്റ്? അതെ, BP-യിൽ നമുക്ക് ഇത്തരം ഒരു നമ്പർ കിട്ടുമ്പം നമുക്കറിയാം ഈ നമ്പർ കൂടുതലാണ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെ. ഇവിടെ ഈ പരിപാടി ഇല്ല. സോ വി ആർ ഓൾവേസ് തിങ്കിങ് എൻ്റെ പ്രശ്നം അത്ര വലിയ പ്രശ്നമല്ല, പുറത്തൊരാൾ വെയിറ്റ് ചെയ്യാണ്, ഞാനിവിടെ കരഞ്ഞ് ടൈം കളയാണല്ലോ, അതിനുള്ളിൽ 15 മിനിറ്റ് കഷ്ടി അവർ തരുള്ളൂ. 15 മിനിറ്റിന് ഈ 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഒരാൾ എത്ര പേർക്ക് മുടക്കാൻ പറ്റും? ആവശ്യം എല്ലാവരുടെയാണ്. അതുകൊണ്ടാണ് ഇത് പൈസക്കാരുടെ അസുഖമാണെന്ന് മാറുന്നത്. അസുഖം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇത് അഫോർഡ് ചെയ്ത് എല്ലാ ആഴ്ച പോകണം. ഇറ്റ്സ് നോട്ട് എല്ലാ ആഴ്ച 1500. ഇപ്പൊ ഞാൻ ഈയിടയ്ക്ക് അന്വേഷിച്ചപ്പോ 2500. ഞാനിത് 5-6 വർഷം മുമ്പത്തെ കാര്യം പറയാണ്. 4000-5000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന Yes, the better, the bigger the amount. So ഡൽഹിയിലൊക്കെ പിന്നെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്ലോട്ടാണ് ബൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 45 minutes or 1 hour. സോ യു ആർ പേയിങ് എന്താണ് ഈ 2000 രൂപ വാട്ട് എവർ യു ആർ പേയിങ്. ആ സമയത്ത് വേറെ ഒരാളും അവിടെ പുറത്തില്ല, ക്യൂ അല്ല. നിങ്ങൾ നിങ്ങളുടെ സമയത്ത് പോകുന്നു, നിങ്ങൾ അവർ 45 മിനിറ്റ് നിർത്തിക്കും. നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ അവർ അടുത്ത സെഷനിലേക്ക് വിളിക്കും. പക്ഷെ അറ്റ് ദ ലീസ്റ്റ് ആ പ്രൈവസി ഉണ്ട്, ആ ഗിൽട്ട് ട്രിപ്പ് ഇല്ല, ആ ആങ്സൈറ്റി ഗോ ത്രൂ ചെയ്യുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ മാറി കിട്ടും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പൊ സ്ലോട്ട് സിസ്റ്റം തന്നെയല്ലേ എല്ലാവർക്കും? സ്ലോട്ട് സിസ്റ്റം ആണെങ്കിലും പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. You know who has come before you or who's coming after you. You know that. Okay. പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും ഇറ്റ്സ് എ സെയിം തിങ്. 5-10 മിനിറ്റ് അവർ എടുക്കുകയുള്ളൂ. അവരുടെ എന്നാന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് മാനറിസം കാണുമ്പോൾ അവർക്ക് ഒരുമാതിരി ഒരു ഐഡിയ കിട്ടും. പക്ഷെ നമുക്കതല്ലല്ലോ. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് മുഴുവൻ പറഞ്ഞു പോലും പെട്ടെന്ന് ഗുളിക എഴുതി എന്നാൽ പൊയ്ക്കെന്ന് പറയും. എന്നാൽ പിന്നെ എന്തിനാ ഗുളിക തരുന്നതെന്ന് പറയില്ല. So first I don't know, I went to 6 doctors, okay, so 6 psychiatrists. Yeah, so I can't tell which one. പക്ഷെ ഏതൊരു ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തന്നു, ഞാൻ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താലും വണ്ണം കുറയുന്നില്ല. മൈ വെയിറ്റ് ഈസ് ഗോയിങ് ക്രേസി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു അങ്കിളുടെ ഏതൊരു ഫംഗ്ഷന് ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ പഴയ കുറേ പേര് മീറ്റ് ചെയ്തു, ഞാനും പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോൾ പുള്ളിക്കാരത്തി ന്യൂസിലൻഡിലാണ്, പുള്ളിക്കാരത്തി ഒരു 8 വയസ്സുള്ള കൊച്ചുണ്ട്. പുള്ളിക്കാരത്തി വന്നിരിക്കുകയാണ്. അപ്പോൾ ഷീസ് ലോസ്റ്റ് ഹർ വെയിറ്റ്, ഷീ ലുക്സ് പെർഫെക്റ്റ് ആൻഡ് ഐ ആം എൻട്രിങ്. അർച്ചനെ, ഇത് കണ്ട ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്.
നമുക്ക് അറിയ പോലും ഇല്ല നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. നോട്ട് ദാറ്റ് ഐ എം ഈറ്റിംഗ് എ ലോട്ട്, അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് ബ്രേക്സ് യുവർ ഹാർട്ട്, റൈറ്റ്? ആൻഡ് സൈക്യാട്രിസ്റ്റ് നമുക്ക് മരുന്ന് തന്നിട്ട് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത സെഷനിന് വിളിക്കണേ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് അടുത്ത സെഷനിന് വിളിക്കണേ. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ വണ്ണം വെച്ചൊരു അവസ്ഥയിലായി. ഓ, ദിസ് ഹാസ് എ സൈഡ് എഫക്റ്റ് ഓഫ് വെയിറ്റ് ഗെയിൻ. അത് നേരത്തെ പറഞ്ഞു എനിക്ക് വന്ന കലി, ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഐ വുഡ് ഹാവ് ബീൻ മെന്റലി പ്രിപ്പയർഡ് ടു ഫേസ് these people. I would have been more mindful of what I was eating. ഞാനിപ്പം you would have been mindful knowing that your body is going to retain that fat. Okay. And I wouldn't have been guilty of nothing, right? ഞാൻ വണ്ണം വെക്കുന്നു, oh, I am in my 30s, my metabolism is slowing, oh, I'm like womanhood is this, all of those things are coming to you, right? None of the doctors in India tell you clearly after writing prescription. I understand where that is coming also. പറയണ്ട, കാരണം എല്ലാവരും കൂടി എന്നെ കൊന്നോട്ടെ, കുഴപ്പമില്ല, most of them. And psychiatrists, I know why they don't label you. They don't tell you that you are bipolar or you're this thing. Each patient is different. ഒരെണ്ണം ഗൂഗിൾ ചെയ്ത് അപ്പുറത്ത് പോയി അത് അസുഖത്തിന്റെ അങ്ങേ അറ്റം പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ചിലപ്പം ഒബ്സെഷൻ ഉണ്ടല്ലോ ആൾക്കാർക്ക്. So they will make the worst of their disease. Oh, that's also there, which is understandable. You don't know. എനിക്ക് ഞാൻ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ഞാൻ അവരെ ചിരിപ്പിക്കാതെ ഇറങ്ങില്ല. എനിക്ക് സീരിയസ് ആയിരിക്കുന്ന ഡോക്ടേഴ്സ് എന്നെ ചികിത്സിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ലൈക്ക് ഐ വോണ്ട് ദം ടു സ്മൈൽ അറ്റ് മീ. ആൻഡ് സൈക്യാട്രിസ്റ്റ് നോക്കിക്കോ, ദേ വിൽ ഓൾവേസ് ഹാവ് എ ന്യൂട്രൽ ഫേസ്, ലൈക്ക് യു സീയിങ് എ ഡെത്ത് ഫേസ്. They will always have that face because their psychology is മുന്നത്തെ ആൾ ഏത് ഡിഗ്രിയിലാണ് വരുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട് they are keeping a neutral thing. So I'm like, എന്നെ പിന്നെ ചിരിക്കുക. ബട്ട് ദെൻ എന്നോട് ഒരു ഡോക്ടറാ പറഞ്ഞു, നമുക്ക് അറിയില്ല മുന്നേ ഇരിക്കുന്ന ആളുടെ ടെൻഷൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിരിച്ച് അവരെ വെൽക്കം ചെയ്താൽ ചിലപ്പോൾ അതായിരിക്കും നമ്മളെ തലക്കിട്ട് അടിക്കാൻ പോകുന്നത്. ലേബിൾ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ completely doctors label നിന്ന് മാറുന്നത്? And Archana, I'm sure when you went initially to certain doctors, they would have labeled you. Ade endano, what effect? Tell me what it was. പക്ഷെ വളരെ ഈസിലി ലേബിൾ ചെയ്യപ്പെടുന്നവരും ഉണ്ട്. അത് ഡിഫറെന്റ് കാര്യങ്ങളാണ്. ADHD നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റും, പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബൈപോളർ, ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ, ഇതൊക്കെ തിൻ ലൈനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിൻ ലൈനാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മേർജ്ഡ് ആണ്. അവരുടെ സിംറ്റംസ് ഒക്കെ ഒരുപാട് മേർജ്ഡ് ആണ്, ഇസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. സ്പെഷ്യലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ബൈപോളർ. അപ്പം അവർക്ക് ഒരിക്കലും ആദ്യം അവർ നിനക്ക് ഇതാന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പണ്ടാറി ഇതല്ല മറ്റേതാണ് എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് ഇനഫ് ടൂൾസ് ടു ഡയഗ്നോസ്, റൈറ്റ്? ഇറ്റ്സ് ജസ്റ്റ് വാട്ട് യു ടോക്ക് ടു മീ, how you explain yourself. Maybe you are not capable of explaining yourself well, but I have to gauge from that. Maybe I am not good enough to gauge. My experience is only 2 years of experience. All of that, it's very complicated health. That's why I feel insurance have to play a big part here, because if you're going to charge 1,500 just to meet a psychiatrist for like 5 minutes, then it is not fair on regular people. And at the same time, ഒത്തിരി ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൂടെ അടുത്ത് പോയാലും മരുന്ന് എഴുതി തരും. ഇല്ല, നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ലെങ്കിൽ അയാൾ തന്നെ പറയും 2 ദിവസം കരിഞ്ഞു കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്ന്. ഹി വിൽ നോട്ട് പ്രിസ്ക്രൈബ് മെഡിസിൻസ്. അവർക്കും കാശുണ്ടാക്കണ്ടേ? അവർ നിങ്ങളെ പൈസ മരുന്ന് കൊടുത്തിട്ട് നിങ്ങളെ റിക്കറിങ് പേഷ്യൻ്റായിട്ട് വെക്കും. നോ, അവർക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് യു ഹാവ് ടു ഡു യുവർ റിസർച്ച് and find out references എടുത്തിട്ട് പോകണം. ആൻഡ് another thing is, ഇപ്പം ധന്യ ചേച്ചി ആയിട്ട് I might have a very good relationship with you, right? And I might have a horrible relationship with that person. ഞാൻ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയും വർക്ക് ആവണം എന്നില്ല. എനിക്ക് വർക്കായി,
നിങ്ങൾക്ക് വർക്കാവുന്ന ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല എന്ന് പറയും. ഞാൻ പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ സീരീസ് ഒക്കെ ചെയ്തിരുന്നല്ലോ, അപ്പോഴൊക്കെ എല്ലാവരും വന്ന് പറഞ്ഞിരുന്ന അഫോർഡബിലിറ്റി ഒരു വലിയ കൺസേൺ ആണ്. കാരണം പലർക്കും 1,000 rupees തന്നെ അഫോർഡ് ചെയ്യാൻ ഇസ് ഡിഫിക്കൽട്ട്. എവറി വീക്ക് നോ, എവറി വീക്ക് ഓർ ഈവൻ വൺസ് എ മന്ത് ആണെങ്കിൽ പോലും ലൈക്ക് ഒരു നോർമൽ പേഴ്സൺ EMI കൂടെ ഇട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം തുടങ്ങി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. But you can and it doesn't come under insurance either. അപ്പോൾ ഒരു രീതിയിലും insurance also before COVID is when they took it off. No, they added to, it was not there in any insurance before. ഇത് ആഡ് ചെയ്ത് 2015 എന്തോ ആണ്. എന്നിട്ട് ഇപ്പോഴും ഇൻഷുറൻസ് കമ്പനി അതിനെ എടുത്തിട്ടില്ല. അവർക്ക് ഇതിൽ നിന്നും ഗുണമില്ല. When you discussed your concerns with EU issues okay that you have to deal with and it is not easy. അപ്പം നമ്മളൊരു പാർട്ട്ണറും കൂടി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എവിടെയോ that person also has to be invested. How did you maneuver that space? I'm very, very clear that I want a man in my life. എനിക്ക് അതിന് ഒരു നടക്കിടില്ല പറയാൻ that I need a man. എൻ്റെ പൊന്നീശോ, എനിക്ക് ഏതെങ്കിലും ചെറുക്കനെ കൊണ്ട് തരുമോ? I mean, I'm desperate. I need a man. ഇത്രയും ഇൻട്രാക്ഷൻ കുറച്ച് ഒരു കമ്മ്യൂണിറ്റീനെ വളർത്തിയിട്ട് കെട്ടി പിറ്റേ ദിവസം പാല് പിടിച്ച് പോവും മുറിയിലെന്ന് പറയുന്നത് എവിടുത്തെ കൾച്ചറാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാനും റിക്കു ഒത്തിരി നാൾ ഡേറ്റ് ചെയ്ത് നമ്മൾ മീറ്റ് ചെയ്ത് തന്നെ നമ്മൾ വിവാഹം കഴിക്കാനാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം?